എന്നെ കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് വിനയപൂർവ്വം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ 2020 സാബുവിന്റെ സഹായത്തോടു കൂടി സാബുവിന്റെ ആൾ കുറച്ച് വോട്ട് പിടിക്കും, അപ്പൊ ഞങ്ങൾ ജയിക്കും എന്ന കണക്കുകൂട്ടലുകളിൽ കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുവന്ന് അവരുടെ ആശീർവാദത്തോടു കൂടി വന്ന ചാർലി ചാപ്ലിന്റെ സ്ഥിതി ഉണ്ടായി. ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരു സ്ഥിതിയായി. 8 വർഷക്കാലം കേരളം ഭരിച്ചിട്ട് ചാലക്കുടി പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം മലയാളത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ 2020 സാബുവിന്റെ പുസ്തക മുതലാളിയുടെ സഹായത്തോടുകൂടി ഞങ്ങൾക്ക് ഇത് ജയിക്കാമെന്ന പരീക്ഷണം നടത്തി. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. സാബു പറഞ്ഞ ഏതെങ്കിലും കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നിഷേധിച്ചോ? നിങ്ങളുടെ ബഹുമാന്യനായ MLA ശ്രീനിജനെ കോലഞ്ചേരിയിൽ വെച്ച് ഇത്ര മോശമായി ഉൽപാദന ശേഷിയില്ലാത്ത MLA എന്ന് പറഞ്ഞിട്ട് ആരായി പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അതിനൊരു മറുപടി ചോദിക്കാൻ എവിടെയെങ്കിലും ജീവിച്ചിരുന്നോ? ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ ഞങ്ങളുടെ MLAക്ക് ഉൽപാദന ശേഷി ഉണ്ടോ ഇല്ലയോ എന്ന് കാണിച്ചു തരാൻ സാബുവിന്റെ ആളെ ഇങ്ങോട്ട് പറയാൻ നട്ടത്തിന് കൽപ്പുള്ള കമ്മ്യൂണിസ്റ്റുകാരനുണ്ടായില്ല. കാരണം എന്താണെന്ന് അറിയുമോ? സാബുവിന്റെ ആനുകൂല്യങ്ങൾ പറ്റി സാബു പറഞ്ഞല്ലോ 35 ലക്ഷം രൂപ ഞാൻ കൊടുത്തു. നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പോലീസ് ജീപ്പ് കത്തിച്ച് കേസെടുത്തോ? വേറെ ആരെങ്കിലുമാണ് എന്തെങ്കിലും എന്ന് ചെയ്താൽ അതിന്റെ പുറകെ പോലീസും വിജിലൻസുമായി നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ, കള്ളക്കേസിൽ പ്രതിയാക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വിളിക്കുന്ന അനൗൺസ്മെന്റ് നടത്തേണ്ടി വരിക ഐശ്വര്യത്തിന്റെ പ്രതീകമായ സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമായ എലിപ്പറ്റി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണം നിങ്ങൾ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഏകേവമാണെന്ന് കസേരയിൽ നാത്തോന്ന് അയാളെ ഭരിച്ചിട്ടാകാനും നാത്തോന്ന് കണ്ണീര് കണ്ട മതി എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റുകാരന് ഇന്ത്യൻ പാർലമെന്റിൽ 92 സീറ്റുണ്ടായി. ഇന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട 2 ഇല്ലേ? ഒന്ന് കേരളത്തിൽ, ഒന്ന് തമിഴ്നാട്ടിൽ. ഇതാണ് നിങ്ങളുടെ സ്ഥിതി. തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടോ വെച്ചാണ് നിങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. ഇതാണ് നിങ്ങളുടെ അവസ്ഥ. നിങ്ങൾ ഒരു കാര്യം കൂടി ഓർക്കണം. കേരളത്തിൽ ഏകദേശം 14,000-ഓളം റേഷൻ കടകൾ പൂട്ടാൻ പോകുന്നു. ഇന്നലെ സമരം ചെയ്ത കമ്മ്യൂണിസ്റ്റുകാരൻ ഇത് അറിഞ്ഞിട്ടില്ലേ? പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണ് 14,000-ഓളം റേഷൻ കടകൾ പൂട്ടാൻ പോകുന്നത്. അതിനോടനുബന്ധമായി ആയിരക്കണക്കിന് ആളുകളുടെ ദിവസവേതനത്തിനുള്ള തൊഴിൽ കൂടി നഷ്ടപ്പെടുന്നു. എന്റെ മുൻകാലങ്ങളിലാണെങ്കിൽ കോൺഗ്രസുകാരാണ് ഭരിക്കുന്നതെങ്കിൽ കൊടിയെടുത്ത് തോട്ടോട്ട് സമരം ചെയ്ത കമ്മ്യൂണിസ്റ്റുകാരെന്ന് അറിയാനിട്ടാണ് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ദേശാഭിമാനിയത് വന്നു കാണൂല, അതുകൊണ്ട് അവർ അറിഞ്ഞു കാണൂല. എന്തൊക്കെയായാലും ഇപ്പൊ നിങ്ങൾക്ക് നേരം എടുത്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ത്യ ഭരിക്കാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങൾ അറിയണം. നിങ്ങൾ അകത്തു നിന്നാലും പുറത്തു നിന്നാലും ഇന്ത്യ മുന്നണി ഭരിക്കും. അതിനുള്ള എല്ലാ ഏർപ്പാടുകളുമായിട്ടുണ്ട്. നിങ്ങളുടെ ആളുകൾ അപ്പുറത്ത് BJP കൂടിയാലും വേണ്ടില്ല, എവിടെ കൂടിയാലും വേണ്ടില്ല, ഇന്ത്യ ഭരിക്കുമെന്ന കാര്യത്തിൽ ഒരു യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിക്കട്ടെ. ബെന്നി ബെഹനാനെ ഈ ഐതിഹാസികമായ വിജയത്തിന് സഹായിച്ച മുഴുവൻ ആളുകളെയും ഹൃദയാഗമമായി അനുമോദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം മുറിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. UDF.